ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുക്കിയ വിഭവങ്ങളാണ് കാണിക്കുന്നത്. ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കിയത്. രാവിലെ തന്നെ ഇറച്ചി വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു വെന്ത് പാകമായപ്പോൾ അതിനു വേണ്ടിയുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് അത് കറക്റ്റായി വേവിച്ച് ശരിയാക്കി എല്ലാം ഇറക്കി വെക്കുവാണേ. ആവി ഭയങ്കരമായിട്ട് പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്. അടുപ്പത്താണ് എല്ലാം പാചകം ചെയ്തത്. അതിനുവേണ്ടി അത് കഴിഞ്ഞ് ചോറിന് വേണ്ടിയുള്ള വെള്ളം പാത്രത്തിൽ വെച്ചു. പിന്നെ അതിനുള്ള മസാല സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും ചോറിനിടാൻ വേണ്ടിയുള്ള ഉള്ളി വറുത്തെടുക്കുവാണ്. പിന്നെ കശുവണ്ടി, മുന്തിരി എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെല്ലാം വറുത്ത് കോരി എല്ലാം ഉള്ളിയും എല്ലാം കൂടെ മിക്സാക്കി ഇട്ട് വയ്ക്കുവാണ്. അപ്പോഴത്തേക്കും ചോറിന് വെച്ചിരുന്ന വെള്ളം തിളച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന അരി എൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാണ് അരി ഇട്ട് കൊടുക്കുന്നത്. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന അരിയാണ്. അങ്ങനെ അരിയെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാം ചോറെല്ലാം വെന്തപ്പോൾ അത് ഊറ്റി അരിപ്പയ്ക്കകത്തോട്ട് മാറ്റുക. അപ്പോൾ ഊറ്റി അരിപ്പയ്ക്കകത്തോട്ട് മാറ്റിയിട്ട് വീണ്ടും ആ ചെമ്പിലോട്ട് തന്നെ കുറേശ്ശെ ചോറിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളും മല്ലിയിലയും ഇട്ട് അങ്ങനെ 3 ലെയറായിട്ട് ഇട്ട് എല്ലാം ശരിയാക്കി മൂടി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് പരിപ്പെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് പരിപ്പിനുള്ള അരപ്പെല്ലാം അരച്ചിട്ട് അതൊന്ന് കടുക് വറുത്ത് കൊടുക്കണം. അങ്ങനെ പരിപ്പ് കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ച് പപ്പടവും വറുത്ത് വെച്ചു. ഇതിൻ്റെ കൂടത്തിൽ ചിക്കനും വറുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കനേ വാങ്ങിയുള്ളായിരുന്നു വറുക്കാൻ വേണ്ടി. ഇറച്ചിക്കറി വെച്ചത് ബീഫാണ് കറി വെച്ചത്. അങ്ങനെ ചിക്കൻ വറുത്ത് മാറ്റി പിന്നീട് വെള്ളമെല്ലാം തയ്യാറാക്കി കുടിക്കാനുള്ള. ഇതിനിടയ്ക്ക് പപ്പടവും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറികളെല്ലാം പാത്രത്തിലോട്ട് കുറേശ്ശെ ഒഴിച്ചു വെച്ച് ചിക്കനും പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. മാങ്ങാച്ചാറും കച്ചമ്പറും